വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിത് ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ബീഫ് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ കുക്കറിൽ വെക്കാം. ഞാൻ പിന്നെ കുക്കറിൽ വെച്ചിട്ടില്ല. ചെമ്പ് മുക്കാൽ കിലോ ബീഫാണ് വെക്കുന്നത്. 3/4. അതിന് 2 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്ന് വാടി ഒന്ന് മുരിഞ്ഞ് വെച്ചേ. മുരിഞ്ഞ് വെക്കാം നമുക്ക്. ഇപ്പോൾ സവാള നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതക്കി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയുണ്ട്. അതുപോലെ തന്നെ വലിയ ഒരു വെളുത്തുള്ളി ഉണ്ട്. വലിയ ഒരു തുടം വെളുത്തുള്ളിയാണ്. ഇതൊന്ന് പച്ചമണം വെക്കട്ടെ. അത് വല്ലാത്തൊരു ചുവ ഉണ്ടാവും. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട്. മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ 1 ടീസ്പൂണ്, കുരുമുളക് 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, പച്ചമുളക്, ഉപ്പ് എല്ലാവരും ആവശ്യം പോലെ ഇട്ട് കൊടുക്കുക. ഈ ഉള്ളി വേഗം ഒന്ന് മുരിഞ്ഞ് വരും. നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ബീഫ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഇളക്കി ചേർത്തെടുക്കുക. നന്നായി ഇളക്കി ചേർക്കണം. ഇത് നന്നായി മൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയേ. ഇത് മൊരിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ക്ലോസ് ചെയ്ത് വെക്കാം. അതൊക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എല്ലാം പാടെ കൂട്ടി കുഴച്ച് വെക്കുന്നതിനേക്കാണ് ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നല്ല മൊരിച്ചെടുത്ത് വെക്കുമ്പോൾ അത്രയേ ഉള്ളൂ. തക്കാളി ഇതിലൊന്ന് കിടന്ന് വെന്ത് വരണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. തക്കാളി നന്നായി ഇതിൽ കിടന്ന് വേവട്ടെ. നമുക്ക് കണക്കായ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്താക്കാം. നമുക്ക് തക്കാളിയൊക്കെ വെന്ത് വന്നു. ഇത് ഇതിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്. നമുക്ക് വെള്ളം ഈ ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കിടന്ന് വെന്തോട്ടെ. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്.
ഇത് ആവിയൊന്നും പോവാണ്ട് മൂടി വെക്കുന്ന പാത്രമാണെങ്കിൽ അത് മതി. അതല്ലെങ്കിൽ വേണമെന്ന് വെച്ചാൽ കുക്കറിലിട്ട് കൊടുത്താൽ മതി. ഇത് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. കുക്കറിലിടുന്നതിനേക്കാണ് കുറച്ചും കൂടെ ടൈം ഒന്ന് അടുപ്പത്തിട്ട് വെക്കണം. അപ്പോഴേ നന്നായി വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ചപ്പാത്തിൻ്റെ കൂടെ, പൊറാട്ടൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. ഇതേപോലെ ആവി പോവാത്തൊരു ചെമ്പാണെങ്കിൽ പെട്ടെന്ന് പോകും. അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാം. ബീഫ് ചെമ്പിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. നല്ലൊരു മൂടി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. പൊറാട്ട, ബീഫോ എന്തിന് വേണം, പൊറാട്ടക്കോ ചപ്പാത്തിക്കോ പത്തിരിക്കോ എന്തിന് വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റുള്ള ബീഫാണ് ഇത്. നന്നായി വരട്ടിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. കറിവേപ്പില, മുളകൊക്കെ ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റായി. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ. ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഓക്കെ. ഞാനിതിലിട്ടത് പിരിമുളകാണ്. അധികം എരിവില്ല, അതുകൊണ്ടാണ് അത്ര മുളകൊക്കെ ഇട്ട്. നോക്കിയിട്ട് നിങ്ങൾ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ബൈ.